ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മിറർ വർക്കാണ് കേട്ടോ ആലിയ കട്ടിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുകൾ വശത്തേക്കുള്ളത് ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആലിയ കട്ടിൻ്റെ മോഡലിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ അതെങ്ങനെ ആലിയക്കട്ട് അടിക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ എന്താ B7000 ഗം ഉപയോഗിച്ചിട്ടാണ് ആ മിററൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക. പക്ഷേ അതിനേക്കാളും കുറച്ച് നല്ലത് B7000 ഗ്ലൂ ആണ്. ഇതിന് 110 രൂപയാണെന്ന് തോന്നുന്നു വരുന്നത്. പിന്നെ 100 ml അങ്ങനെയാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ഗമ്മാക്കിയിട്ട് നമുക്ക് ആദ്യം കൊടുക്കുമ്പോൾ സെൻറ്ററിൽ കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് വേണം രണ്ട് സൈഡിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ സൈഡ് നമ്മൾ മുകളിൽ ഷോൾഡറിൻ്റെ അടുക്കുന്ന കൊടുത്തു വരുമ്പോൾ ചിലപ്പോൾ സെൻറ്ററിൽ ആ ഒരു വീനൊക്കെയല്ലേ വരുന്നത്. അവിടെ കറക്റ്റായിട്ട് മിറർ വരണം എന്നില്ല, നമ്മൾ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ. അതുകൊണ്ട് ആദ്യം സെൻറ്ററിൽ കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലേക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ താഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാനുണ്ട്. ഞാൻ വരച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഫുള്ളായിട്ട് താഴോളം കൊടുക്കുന്നില്ല, നമുക്ക് തയ്യൽ തുമ്പ് കാണുമല്ലോ. അതുകൊണ്ട് ഒരു ഇഞ്ച് മുകളിലോട്ട് വിട്ടിട്ട് ബാക്കിയൊക്കെ നമ്മൾ താഴത്തേക്ക് ഇതേ ഗം വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് മിറർ വർക്ക് ചെയ്യാൻ വേണ്ടി നോർമൽ ത്രെഡ് ഉപയോഗിക്കാം. ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതൊരു തണ്ട് മൊത്തം 6 നൂല് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് മൊത്തം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ മിററിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് കുത്തിയിട്ട് മുകളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ ഞാൻ വീഡിയോ കാണുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ്. എമർജൻസി ആയിട്ട് വേഗം ചെയ്ത് കൊടുക്കേണ്ട ഓർഡർ ആയതുകൊണ്ട് രാത്രി തന്നെ ചെയ്തു. അപ്പോൾ അന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറച്ച് മിറർ ഇങ്ങനെ പുറത്ത് വരുന്ന രീതിക്ക് ഒന്നിങ്ങനെ കുത്തിയിട്ട് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ആ താഴ്ത്തിൻ്റെ ബാക്ക് വശത്ത് കുത്തിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് കുത്തി കൊടുക്കാം. നമുക്കൊരു സ്ക്വയർ ടൈപ്പിലാണ് ആ മിററിന് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുത്തി ഇറക്കിയിട്ട് എടുക്കുമ്പോൾ ആ കുത്തിയതിൻ്റെ ബാക്ക് വശത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ചെയ്യാം. പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു സ്ക്വയർ ചെയ്തെടുക്കാം. ഇങ്ങനെ 2 സ്ക്വയറാണ് ചെയ്യേണ്ടത്. അപ്പം രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഒരു സ്ക്വയർ ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. അതിന് ശേഷം ആ സ്ക്വയർ വരുന്നില്ല, 2 എണ്ണം വരുന്നതിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വേണം മറ്റേതിൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര പോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സൂചി മുകളിലോട്ട് കുത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ത്രെഡില്ലേ സ്ക്വയർ നമ്മൾ ചെയ്യുക, ആ 2 ത്രെഡിൻ്റെ ഉള്ളിലേ കൂടി എടുത്ത് ഇതുപോലെ വരണം. അപ്പോൾ സൂചി മുകളിൽ വരുമ്പോൾ താഴത്ത് ആ നൂല് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലാണ് വരാൻ വേണ്ടത്. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ആ എടുക്കുന്ന സമയത്ത് ആ മിററിന് ചെയ്ത ത്രെഡില്ല, ആ ത്രെഡിൻ്റെ ഉള്ളിലേ 2 ത്രെഡിൻ്റെ ഉള്ളിലേ കൂടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ ഒരു ലോക്ക് വരുന്നതൊക്കെ പോകും. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ തന്നെ മിററിൻ്റെ പുറത്ത് വരുന്ന ഇതില്ലേ അത് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആവുന്നില്ല, മിറർ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ മുമ്പ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ടാൽ കുറച്ച് സൂം ആക്കിയിട്ട് എടുത്തതാണ്. അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ സിമ്പിളാണ്, വലിയ പണിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ മിററിൻ്റെ ആ ഒരു ഫ്രെയിമില്ലേ അത് വാങ്ങിക്കാൻ കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മിറർ വെച്ചിട്ട് അതിന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ ഗം വെച്ചിട്ട് മിറർ ഒട്ടിക്കുക. പിന്നെ ആ ഒരു ഫ്രെയിമിന് ഇതുപോലെ ഗമ്മാക്കിയിട്ട് അതും കൂടി വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മിററും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി കണ്ടു നോക്കാം.